ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് പോവാം. നമ്മളെ ഹീറോ ആറാം ഒരു പോലീസ് ഓഫീസറാണ്. ഹീറോയെ പറയുന്നതാണ് എന്താ പറ്റി മിയ? എന്ത് പറ്റി മോം? മിയ ക്രിസ്മസ് മോം, എനിക്ക് ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ പോവാം. മിയ മിയ നിൽക്ക്, പോ മമ്മി, ഒന്ന് ചോമടി ഒന്നും പറയണ്ട. അങ്ങനെ മിയ അവിടുന്ന് ഓടിപ്പോയ മിയ കണ്ട മമ്മി കടൽ അടിച്ചു. ഇവളെ വെച്ച് ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് മിയ അവിടുന്ന് പോയി. നമുക്കിപ്പോൾ ഹീറോയിൻ എൻട്രി. പ്രിയ എവിടേക്ക് അവിടുന്ന്? മമ്മി ഇപ്പം ക്രിസ്മസ് ഡേറ്റിൽ ഞാൻ എന്താ ചെയ്യുക? അയ്യോ പ്രിയ പറഞ്ഞേക്ക്, ക്രിസ്മസ് എന്തമ്മാ ക്രിസ്മസ് മോം? ക്രിസ്മസ് എൻ്റെ ഫ്രണ്ട് വരാൻ പോവാ. അങ്ങനെ ഹീറോ ഓടിപ്പോയി. അതെ, മിയ പറഞ്ഞ ആറമ്മൻ്റെ ഗേൾ ഫ്രണ്ട്. അതെ, നമ്മൾ ആറമ്മൻ്റെ ഗേൾ ഫ്രണ്ട് പേര് മിയ. നമ്മൾ ഹീറോയി പ്രിയ, ഇന്ത്യയിലുള്ളത്. ആറം കൊറിയയില. അങ്ങനായിട്ട് പിന്നെ ആറം പോലീസ് ഓഫീസറാണ്. എന്നിട്ട് ഹീറോയി പറഞ്ഞ അയ്യോ മച്ചി എവിടെ അടി ഉള്ളത്? വന്നുടി എന്ന് പൂജ വന്ന് പ്രിയാണ് ഹഗ് ചെയ്ത്. പൂജ കൺഗ്രസ് ക്രിസ്മസ് പോടി, അങ്ങനെ ഒന്നും പറയണ്ട. എന്നെ ഹീറോ ജോലിയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിയ പറയുന്നത് ആഴം ഹാപ്പി ക്രിസ്മസ് പോടി ഒന്നങ്ങനെ ഇട്ട്, എനിക്ക് ജോലിയുണ്ട്. ആറമ്മിൻ്റെ അടുത്ത് ഒരാൾ വന്നായിരുന്നു. വി ആണ്, ഒരു എസ് ഐ ആണ്. വി പറയുന്നത് സാർ ചെറിയൊരു പ്രശ്നമുണ്ട്. എസ് ഐ ആണ്. എന്താടാ പ്രശ്നം? സാർ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ആറമ്മിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഈ പ്ലേസിൽ എസ് ഐ ആണ്. പിന്നെ അപ്പുറത്ത് ഒരു പ്ലേസിലാണ് ഉറന്ന് സേക്കുന്നത്. പറഞ്ഞ ജങ്കുക്ക് വന്നു. ജങ്കുക്ക് വന്നു ഒരുപാട് സാഡായിരുന്നു. എന്താടാ പ്രശ്നം? ജങ്കുക്ക് വന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ജങ്കുക്ക് പറഞ്ഞ ഒരു പോലീസ് ട്രെയിനിങ്ങിലായിരുന്നു. ഇപ്പോൾ പറയാൻ തുടങ്ങി, ഞാൻ പോലീസിൻ്റെ എസ് ഐ ട്രെയിനിങ് ഞാൻ പോവാടാ, ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട് എന്ന് ആറമ്മയോട് പറഞ്ഞു. എനിക്ക് പോലീസ് ട്രെയിനിങ് അത് എനിക്ക് എടുക്കണം. ഈ എസ് ഐ വണ്ണം ഞാൻ ചുമ്മാ ഇരുന്നതാ. ഇതിലെനിക്ക് പറഞ്ഞ ട്രെയിനിങ് ഒന്നും ഉണ്ടായാലും നല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആറാം പറഞ്ഞു കൂടാ ഈ ട്രെയിനിങ് എടുത്ത് പോകാനും. അങ്ങനെ ആറാം പറഞ്ഞു ഒരു പോലീസ് നല്ല ഓരോന്ന് കേസിൽ ട്രാൻസ്ഫേർഡായി. ഇപ്പോൾ SSC പോയായിരുന്നു. ഇപ്പോൾ വലിയ പോലീസായിരുന്നു. ജങ്കുക്ക് പറഞ്ഞ ഞാൻ പോലീസ് ആകുമല്ലോ, ഞാൻ ഡിറ്റേറ്റ് ആകാൻ പോവാന്ന്. ജങ്കുക്ക് പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഡിറ്റേറ്റായി മാറി. അങ്ങനെ ഓരോന്ന് ജോബായിരുന്നു. ജിന്ന ഒരു ഡോക്ടറാണ്. അങ്ങനെ ഓരോന്ന് കേസിലാണ്. ഒരു കുട്ടികൾ ഗേൾസിനെ കാണാതാവും. ഇത് കേട്ട ആർക്കും ഒന്നും മനസ്സിലില്ല. നിറയെ ഗേൾസിനെ കാണാതാവും. കണ്ടുപിടിക്കുമ്പോൾ അവരുടെ മുടിയൊന്നും കാണാതാന്നു. എല്ലാ ഗേൾസിൻ്റെ മുടിയെല്ലാം മൊട്ടയായത്. ഇതാരാ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാ ഗേൾസിൻ്റെ മുടീനെ മൊട്ടയാക്കുമായിരുന്നു. ഓരോന്ന് ഗേൾസിൻ്റെ മുടി അങ്ങനെയൊന്നുമല്ല, നല്ല ക്യൂട്ടായിട്ട് മുടികളുണ്ട്. ലോങ് ഹെയർ ഉള്ള ഗേൾസിൻ്റെ മുടിനെ മൊത്തം മൊട്ടാക്കി. ഷോർട്ട് ഹെയർ ഉള്ള ഗേൾസിന് അങ്ങനെ ഒന്നും ചെയ്തിട്ടായിരുന്നു. നമുക്ക് ഒന്നും പിടികിട്ടില്ല. എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലായില്ല. ആറമ്മ കഷ്ടപ്പെട്ട് ആ ക്രിമിനലിനെ പിടിച്ചാണ്. ക്രിമിനൽ പറയാൻ തുടങ്ങി എനിക്ക് ലോങ് ഹെയർ ഉള്ള ഗേൾസിനെ പിടിക്കും. അങ്ങനെ ആറമ്മ പിടിച്ച പിന്നെ അവൻ സൂസൈഡ് ചെയ്തായിരുന്നു. അത് അവനെ പിടിച്ചായിരുന്നു. അവൻ സൂസൈഡ് ചെയ്ത് അതായി. അതൊക്കെ സോൾവായി, ഒരു പ്രശ്നമില്ല. അപ്പോൾ സമാധാനമായി. അങ്ങനെ ഓരോന്ന് ഇത് ചെയ്തായിരുന്നു. അങ്ങനെ ഷോർട്ട് ഡ്രസ്സ് ഇട്ട് ക്ലബ്ബ് പാർട്ടി പോകുന്ന പെൺകുട്ടികളെ കാണാതെ നമുക്കൊരു പ്രോബ്ലം. ക്ലബ്ബ് പാർട്ടി ഇട്ട് ഷോർട്ട് ഡ്രസ്സ് ഇടുന്ന കുട്ടികളെ അങ്ങനെ ഭയങ്കര ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഗേൾസിനാണ് കിഡ്നാപ്പ് ചെയ്യുന്നത്. അതങ്ങനെ നമുക്ക് ഒന്നും പിടികിട്ടില്ല. ആ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല ആ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് അങ്ങനെയായിട്ട് ഓരോന്ന് കിഡ്നാപ്പ് ചെയ്ത് കാണാതെ വന്ന്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നമാണ്. ഹീറോയെ അതേ പ്ലേസിലേക്ക് വന്നായിരുന്നു. അങ്ങനെ മിയ പറയുന്നു ഞാൻ ക്ലബ്ബ് പാർട്ടി പോവാം. പറയുന്നു വേണ്ട, അങ്ങനെ ഒന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. മിയ ഞാൻ പോവാം പറഞ്ഞതിന് മിയ അവിടെ നിന്ന് പോയായിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇതാക്കുക ഹീറോയെ വന്നായിരുന്നു. ഹീറോയെ ജോലിയിട്ട് ഫ്രണ്ട് പറയാൻ തുടങ്ങി മെച്ചേ എടീ ക്ലബ്ബൊക്കെ നമ്മൾ പോവാം എന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. ഇത് കേട്ടോ ഹീറോയി മണ്ടൊക്കെ പളാന്ന് ഒരു അടി വെച്ചിരുന്നു. എന്നിട്ട് സച്ച പ്രിയ എന്ന് തല്ലിയ പൂജ പറഞ്ഞതൊക്കെ നമുക്ക് ക്ലബ്ബ് നമുക്ക് വേണ്ട, ഇവിടുത്തെ ഉള്ള പൂജക്ക് പേടി. പൂജക്കെല്ലാം പറഞ്ഞു കൊടുത്തു. പൂജക്ക് മനസ്സിലായി
ഇത് നോക്കൂ പിന്നെ പത്ത് കാട്ടുന്നത് പാർത്ത് നോക്കുക ക്ലബ്ബ് പറഞ്ഞ ദൂരെയാണ്. അപ്പോൾ അയ്യച്ചി അങ്ങനെ ഞാൻ വരുന്നില്ല എന്ന് പൂജ പറഞ്ഞായിരുന്നു ഹീറോയെ ചിരിച്ചിട്ട്. അവർ രണ്ടുപേരും ഫുൾ കവറാണ്, അത്ര മോഡലൊന്നുമല്ല, സിമ്പിളാണ്. അവർ അവിടെ കുറച്ചാൾ കിഡ്നാപ്പ് ചെയ്യുന്നു. അവർ ഹീറോയിനെ നോക്കിയായിരുന്നു. അങ്ങനെ ഹീറോയിനെ നോക്കുമ്പോൾ ഹീറോയിൻ അങ്ങനെ ഡ്രസ്സും ഒന്നും യൂസ് ചെയ്യില്ല. എടാ നമുക്കിവിടെ കിഡ്നാപ്പ് ചെയ്ത് നല്ല പണം കിട്ടും അങ്ങനെ പറഞ്ഞായിരുന്നു. എടാ നമുക്ക് മാം എന്താ പറഞ്ഞത്, നമ്മളെ ബോസ് എന്താ പറഞ്ഞത്, മോഡൽ ഡ്രസ്സ് ഇടുന്ന കുട്ടികൾ മാത്രം കിഡ്നാപ്പ് ചെയ്യണം. ഓൾറെഡി ഇവിടെ ഉള്ള ഗേൾസിനാണ് ഈ കുട്ടി കിഡ്നാപ്പ് ചെയ്യാൻ ഹീറോയിനെ നോക്കിയായിരുന്നു. അപ്പോൾ ഹീറോയിനെ നോക്കിയിട്ട് അവർ പറയുന്നത് ഓൾറെഡി ഇത് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. കിഡ്നാപ്പ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഒരുവേള ക്ലബിൻ്റെ അടുത്ത് വന്ന് മാത്രമേ അവളെ കിഡ്നാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി വന്നില്ലായിരുന്നു, സീത പോയിരുന്നു. ഈ കുട്ടി വേണ്ട, അത്ര നല്ലൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞവർ മിണ്ടാതിരുന്നായിരുന്നു. അവർക്ക് രണ്ടുപേർക്ക് അവളെ കിഡ്നാപ്പ് ചെയ്യുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഒരു ഗേൾ വന്നായിരുന്നു. എന്താടാ പിടിച്ചു കഴിഞ്ഞു മാം, 2 ഗേൾസ് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അങ്ങനെ പുറത്ത് CC ക്യാമറ വീഡിയോസ് കാട്ടിയായിരുന്നു. അങ്ങനെ ഹീറോയിനെ നോക്കി ഗേൾ പറയുന്നത് ഇവളത്ര നല്ലില്ല, നമുക്ക് വേണത് ഫുൾ പറഞ്ഞ ഓർന്ന് ഗേൾ, ഇവളൊന്നും നമുക്ക് സെറ്റാവില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇവള് നോക്ക് ഇങ്ങനെയായിട്ട് ഹീറോയിനെ കണ്ടിട്ട് ആ പെണ്ണ് എന്തെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് സെറ്റാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗേൾ പറഞ്ഞു കേട്ടോ ഓക്കെ മാം എന്ന് പറഞ്ഞായിരുന്നു പോയി. ആരാൾ എന്ന് ഇതാക്കില്ല. മിയ വന്ന് ഹാക്ക് ചെയ്തു. എന്താ നീ ക്ലബ്ബിക്ക് പോയോ? എല്ലാ ബേബി ക്ലബ്ബ് പോകുമ്പോൾ അമ്മ കോൾ ചെയ്തു. ശരി ഓക്കെ, ആ ക്ലബിൻ്റെ അകത്തേക്ക് പോകണ്ട. അങ്ങനെ മിയ നോക്കിയിട്ട് ആറാമനൊക്കെ ഒരു സ്റ്റിച്ച് ചെയ്യായിരുന്നു. മിയ ഒരു മാറി ചെയ്യായിരുന്നു. ആറാമക്ക് മിയ മേലെ ഡൗട്ട് ഉണ്ടായിരുന്നു. മിയ എവിടേക്ക് പോകുന്നത് കണ്ടുപിടിച്ചായിരുന്നു. മിയ പാർട്ടി വന്നു. അപ്പോൾ ആറാമ്മ ഇടത്ത് കിടന്നായിരുന്നു. മിയ മെല്ലെ പോകുന്നത് ആറാമക്ക് മിയ മേലെ ഡൗട്ടുണ്ട്. മിയനെ ഫോളോ ചെയ്ത് നോക്കും. മിയ അവിടെ വെച്ചിട്ട് മിയനെ ഫോളോ ചെയ്ത് കുറച്ച് ബോഡി ഗാർഡ് മിയനെ വിളിച്ചോണ്ട് പോയി. ഇങ്ങനെ കുറേ ഗേൾസ് അവിടെ ഉണ്ടായിരുന്നു. മിയ തന്നെ ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. എല്ലാ ഗേൾസ് പറഞ്ഞേക്ക് ഇവർ വിത്ത് നമുക്ക് ഇത്ര കിട്ടും, ഇവരൊർക്കാണോ ഇങ്ങനെയായിട്ട് ഓരോ നാൾ ഡെലിവറിന്ന് പറഞ്ഞ ഗേൾസിനെ കച്ചവടാക്കുന്ന മിയൊക്കെ പണി. കാരണം ആറാമക്ക് ഷോക്കായി. ആറാമക്ക് മിയ പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ്. മിയനെ ഒരു 1 സൈഡ് ലവ് ചെയ്തായിരുന്നു. അങ്ങനെ മിയ ലവ് പറഞ്ഞ് മിയ പ്രൊപ്പോസ് ചെയ്തായിരുന്നു ആറാമക്ക്. ആറാമ